ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ റബീഉൽ അവ്വൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനത്തോട് അടുത്ത ദിവസം. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് അഷൈഖ് അബൂ ഷാമ റളിയല്ലാഹു പറയുന്നു, വമിൻ അഹ്സനി മ ബുതുദിയ ഫീ സമാനിനാ ഹാദാ. ഇതിനെപ്പറ്റി റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട നാം നടത്തുന്ന ഈ പുത്തനാചാരം അഥവാ ബിദ്അത്തുൻ ഹസന, ഇതിനെ പറ്റി മൂപ്പര് പറഞ്ഞത് ഈ പുതിയ ആചാരം എന്തോ ഒരു ഉഷാറുള്ള ബിദ്അത്ത്. മാഷാ അല്ലാഹ്. ഈ സമയത്ത് വഹാബികൾ സ്റ്റേജുകൾ മുഴുവനും പോകുന്നൊരു ഹദീസാണ്. എന്തറിയോ? മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മളെ ഈ കാര്യത്തിൽ വല്ലവനും പുതിയതായി വല്ലതും ഉണ്ടാക്കിയാൽ, ഈ കാര്യം പറഞ്ഞാൽ ദീനിൽ എന്തിനെ മാലൈസ മിൻഹു, ആ ദീനിൽ പെടാത്തതിനെ ഉണ്ടാക്കിയാൽ ഫഹു റദ്ദുൻ ഐ മർദൂദുൻ, അത് തള്ളപ്പെട്ടതാണ്. അതുകൊണ്ട് അമലുൽ മൗലിദാഘോഷം തള്ളപ്പെട്ടതാണ്. അപ്പം മൗലിദാഘോഷം തള്ളപ്പെടാൻ വേണ്ടി അവർ സാധാരണ ഓതുന്ന പ്രസംഗങ്ങൾ സാധാരണ അവർ പറയാറുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇവർക്ക് വിവരമില്ല എന്നുള്ളൂ. ഈ ഹദീസിനെ പറ്റി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അതിനെ വിശദീകരണം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ ഫത്ഹുൽ മുബീനിൽ പറയുകയാണ്. എന്താണത്? ഈ ഹദീസിനെ പറ്റി വിശദീകരിച്ചത് ഇതെങ്ങനെയാണ്: മാ ഉഹദിസ വഖാലഫ, മാ ഒരു കാര്യം, യാതൊരു കാര്യം, ഉഹദിസ അതിനെ പുതുക്കപ്പെട്ടു, അത് പുത്തനാചാരമാണ്, റസൂലുള്ളാഹി തങ്ങളെ കാലത്തില്ല. വഖാലഫ കിതാബൻ ഔ സുന്നത്തൻ ഔ ഇജ്മാഅൻ ഔ അസറൻ, ഈ പറയപ്പെട്ട പ്രമാണങ്ങളോട് എതിരായും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് ഇല്ലാത്തതാണ് വിശുദ്ധമായ ഖുർആന്, ഹദീസ്, ഇജ്മാ, അസർ, ഇതിനോടൊക്കെ എതിരായതുമാണ്. അങ്ങനെയാണെങ്കിൽ ഫഹുവൽ ബിദ്അത്തുൽ ളാല്ല, ഇതാണ് പിഴച്ച ബിദ്അത്ത്. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. എന്നാൽ വമാ ഉഹദിസ മിനൽ ഖൈരി, പുത്തനാചാരമാണ്, ഖൈറാണ്. അപ്പൊ ഖൈറിൽ നിന്ന് പുതുക്കപ്പെട്ടത്, ഷേവലം യുഖാലിഫ്, നേരത്തെ പറഞ്ഞ ഒരൊറ്റ പ്രമാണങ്ങളോട് എതിരില്ല, എന്നാൽ ഫഹുവൽ ബിദ്അത്തുൽ മഹ്മൂദ, അത് സ്തുത്യർഹമായ ബിദ്അത്താണ്. ലാലാണോ ലാലത്താണോ? ആ സ്തുത്യർഹമായ മഹ്മൂദത്തായ ബിദ്അത്തിൽപ്പെട്ടതാണ് നമ്മുടെ അമലുൽ മൗലിദ്. റസൂലുള്ളാഹി തങ്ങളെ കാലത്ത്, റസൂലുള്ളാഹി തങ്ങളെ ശേഷം അന്നൊന്നും ഇതില്ല. റബീഉൽ അവ്വൽ മദ്ഹുർ റസൂലുണ്ട്, മദ്ഹ് പറയലും പാടലും പറയലൊക്കെ ഉണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ വരുമ്പോൾ ഇതേ സെറ്റപ്പിൽ പുതിയതാണ്. പക്ഷെ അതേൽ പെട്ടാണ് പുതിയതാണെങ്കിലും നല്ല പുതിയതാണ്, ബിദ്അത്തുൽ ഹസന. മാഷാ അല്ലാഹ്. അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? മാലൈസ മിൻഹു ആണ് എന്ത്? ഫഹുവ റദ്ദുൻ. മാ മിൻഹു, ദീനിൽ പെട്ടതാണോ? പെടാത്തതാണ്. ഖുർആനിനും സുന്നത്തിനും ഇജ്മാഇനും എതിരായ പുതിയതാണ്. മനസ്സിലായോ? ഇത് ഏതാണ്? ഖുർആനിനും ഹദീസിനും ഇജ്മാഇനും അസറിനും എതിരാവണം. എല്ലാ പുതിയതും പ്രശ്നമല്ല. അങ്ങനെ എത്ര പുതിയ ഒഴിവാക്കണ്ടേ നമ്മൾ? മാഷാ അല്ലാഹ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു നൂറ്റാണ്ടേതാ? 2-ാം നൂറ്റാണ്ട്. 150 ജനിച്ച് 204 വഫാത്തായവരാണ്. എത്ര വയസ്സാ? 54.
അപ്പോൾ എനിക്ക് ഇവിടെ എത്രയേറെ 45. അപ്പോൾ എന്നേക്കാൾ മൂപ്പർക്ക് മഹാന് വഫാത്താവുമ്പോൾ ഒരു 9-10 വയസ്സ് കൂടുതലുള്ളൂ. ചെറുപ്പക്കാരല്ലേ വഫാത്തായത്. റളിയല്ലാഹു അൻഹു. ആ മഹാനരുടെ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ നമ്മൾ കേട്ടാൽ മതി. ഈ മണ്ടൻ വഹാബികളുടെ ആ വിഷയം കേട്ട് നമ്മൾ വെറുതെ എന്താ വേണ്ട ഇപ്പം അല്ലാഹു തആല എല്ലാം കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അമൽ ചെയ്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ.